നമസ്കാരം. കുണ്ടലിനി ഉണർത്തുന്നതിന് മുമ്പായിട്ട് എല്ലാ ചക്രങ്ങളുടെയും ഹീലിംഗ് നടക്കണം. ഈ ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യ തലം മനസ്സിൻ്റെ ഹീലിംഗ് തന്നെയാണ്. ഏറ്റവും ആദ്യത്തെ ചക്രമായ മൂലാധാര ചക്രം എന്ന് പറഞ്ഞാൽ അതിന് ഭയം, ഉത്കണ്ഠ ഇങ്ങനെയൊക്കെയാണ് ഈ മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥകൾ. അപ്പോൾ അത്തരം മനസ്സിലുള്ള ഭയം, ഉത്കണ്ഠ, ആങ്സൈറ്റി ഇതെല്ലാം മനസ്സിൽ നിന്ന് ദൂരീകരിക്കുമ്പോഴാണ് മൂലാധാര ചക്രം എനർജൈസ് ആകുന്നത്. രണ്ടാമത്തെ ചക്രം എന്ന് പറയുന്നത് സ്വാധിഷ്ഠാന ചക്രമാണ്. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ പ്രത്യേകത സെൻഷ്വൽ എൻജോയ്മെൻ്റ് ആണ്. പ്ലഷർ, ലൗകികമായിട്ടുള്ള സന്തോഷം. അതിൽ കൂടുതലായി സെക്സ് സെൻറ്റർ എന്ന് പറയും. സബ് മൈൻഡിലെ അടിഞ്ഞുകൂടിയിരിക്കുന്ന സെക്സ് ഇൻസ്റ്റിങ്ക്റ്റ് സ്വാധിഷ്ഠാന ചക്രത്തിൽ ആക്ടിവേറ്റ് ആകും. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള അമിതമായ സെക്ഷുവാലിറ്റി, അമിതമായ ലൈംഗിക ആസക്തിയെ ചിട്ട വരുത്തിക്കൊണ്ട് ക്രമമാക്കി മാറ്റുക, ഡിസിപ്ലിനാക്കി മാറ്റുക. മനസ്സിലുള്ള സെൻഷ്വൽ എൻജോയ്മെൻറ്റിനുള്ള ആഗ്രഹം, കാമം ധർമാർത്ഥ കാമമോക്ഷം എന്നാണല്ലോ. കാമം നമുക്ക് ഫുൾഫില്ല് ചെയ്യാനുള്ള എല്ലാ അർഹതയുമുണ്ട്. പക്ഷെ അത് റൈറ്റ് മോറൽ കോണ്ടക്റ്റ് വഴിയാകണം, ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അങ്ങനെ ധാർമ്മികമായി നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സംതൃപ്തിപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള അമിതമായ ആസക്തികളെ കൺട്രോൾ ചെയ്തുകൊണ്ട് സ്വാധിഷ്ഠാന ചക്രത്തെ നമ്മൾ ഹീൽ ചെയ്യണം. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രം എനർജൈസ് ആയിട്ട് മാറും. മൂന്നാമത്തെ ചക്രം എന്ന് പറയുന്നത് മണിപ്പൂരക ചക്രമാണ്. ഈ മണിപ്പൂരക ചക്രം എന്ന് പറഞ്ഞാൽ നോളേജ് ആണ് പ്രധാനപ്പെട്ട ഘടകം. മണിപ്പൂര ചക്രം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടായ തെറ്റായ ധാരണകൾ, മിഥ്യാധാരണകൾ, തെറ്റിദ്ധാരണകൾ മനസ്സിൽ നിന്ന് മാറ്റി കറക്റ്റായ നോളേജ് നമുക്ക് ലഭിക്കണം. കറക്റ്റായ നോളേജ് നമുക്ക് ലഭിക്കുമ്പോഴാണ് മൂലാധാര ചക്രം ആക്ടിവേറ്റ് ആകുക. അപ്പോൾ മനസ്സിൽ ഷാർപ്പ് നോളേജ്, കറക്റ്റായി റീസൺ ചെയ്യാൻ പരിശീലിപ്പിക്കണം. ശരിയേത് തെറ്റേതെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെ മനസ്സിൻ്റെ റീസണിങ് പവർ, മനസ്സിൻ്റെ ഡിസ്ക്രിമിനേറ്റീവ് പവർ, വിവേകം എന്ന് പറയും, ആ വിവേക ബുദ്ധി ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ പരിശീലിക്കുമ്പോഴാണ് മണിപ്പൂരക ചക്രം ആക്ടിവേറ്റ് ആകുക. അങ്ങനെ മണിപ്പൂരക ചക്രം ശുദ്ധീകരിച്ച് ആക്ടിവേറ്റ് ആകുമ്പോൾ അത് നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്ന. നേവലാണ് മണിപ്പൂര ചക്രത്തിൻ്റെ കേന്ദ്രം, നേവൽ റീജിയനാണ്. അപ്പോൾ നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻസ് ആമാശയം, കുടല്, ചെറുകുടല്, വൻകുടല്, പാൻക്രിയാസ്, ലിവർ, കിഡ്നി ഇങ്ങനെയുള്ള അവയവങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മറ്റൊന്നുള്ളത് അഗ്നിതത്വമാണ് മണിപ്പൂരക ചക്രത്തിൽ. അപ്പോൾ അഗ്നി മന്ദിച്ചു പോവുക നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഗ്നി നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഡൈജസ്റ്റീവ് പവർ, നമ്മുടെ ദഹനം നന്നായി നടക്കണമെങ്കിൽ, ഉദരം കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ, ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ മണിപ്പൂരക ചക്രത്തിൽ ഹീലിംഗ് ആവശ്യമാണ്. സ്വാധിഷ്ഠാന ചക്രം സെക്ഷൽ ഓർഗൻസുമായിട്ടും സെക്ഷൽ ഗ്ലാൻഡുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രം ശരിക്കും പ്യൂരിഫൈഡ് അല്ല എങ്കിൽ, എനർജൈസ്ഡ് അല്ല എങ്കിൽ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാകാം, സെക്ഷൽ ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാകാം, ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാരോഗ്യം ഉണ്ടാകാം. മൂലാധാര ചക്രം ആക്ടിവേറ്റ് അല്ല എങ്കിൽ, മൂലാധാര ചക്രത്തിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ എനർജിയിൽ, ശാരീരികമായ ഊർജത്തിന് ക്ഷയം സംഭവിക്കാം, ഊർജക്കുറവ് സംഭവിക്കാം, ഉന്മേഷക്കുറവ് സംഭവിക്കാം. ഇനി നമ്മൾ അനാഹത ചക്രത്തിലേക്ക് പോകുമ്പോൾ ഹൃദയചക്രമാണ് അനാഹത ചക്രം. ഹൃദയചക്രം തുറക്കണമെങ്കിൽ, ഓപ്പൺ ആകണമെങ്കിൽ മനസ്സിൽ നിന്ന് എല്ലാവിധമായ വിദ്വേഷവും നമ്മൾ ദൂരീകരിക്കണം. ആരോടും വൈരാഗ്യം കീപ്പ് ചെയ്യാൻ പാടില്ല. മനസ്സിൻ്റെ ഉള്ളിലുള്ള വിദ്വേഷം, ഫ്രസ്ട്രേഷന് ഇതെല്ലാം വിട്ടുകളയുക. അതോടൊപ്പം അറ്റാച്ച്മെൻറ്റ്, ചില ആൾക്കാരോട്, ചില വസ്തുക്കളോട്, ചില സ്ഥലങ്ങളോടുള്ള നമ്മുടെ അന്ധമായ അറ്റാച്ച്മെൻറ്റ് അത് നമ്മൾ വിട്ടുകളയുക. ആ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമ്മൾ മുക്തി നേടുക. അപ്പോഴാണ് അനാഹത ചക്രം, ഹൃദയചക്രം തുറക്കുക.
ഹൃദയചക്രത്തിലേക്ക് എനർജി പാസ് ചെയ്ത് ഹൃദയചക്രം ആക്ടിവേറ്റ് ആകുക. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിദ്വേഷം സൂക്ഷിച്ചുകൊണ്ട് ആരോടെങ്കിലും മനസ്സിൽ വൈരാഗ്യമുണ്ടെങ്കിൽ അനാഹത ചക്രം ബ്ലോക്ക് ആയിരിക്കും. അനാഹത ചക്രം തൈമസ് ഗ്ലാൻഡുമായിട്ടും ഹൃദയവുമായിട്ടുമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അനാഹത ചക്രം ആക്ടിവേറ്റ് ആകുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം, തൈമസ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കും. ശ്വാസകോശങ്ങളുമായിട്ടും ബന്ധപ്പെടുന്നു. ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നന്നായി ബ്രീത്തിങ് നടക്കണമെങ്കിലും അനാഹത ചക്രം ആക്ടിവേറ്റ് ആയിരിക്കണം. ഇനി നമ്മൾ വിശുദ്ധ ചക്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊണ്ടയിലാണ് വിശുദ്ധ ചക്രത്തിന്റെ സ്ഥാനം. വിശുദ്ധ ചക്രം നമ്മൾക്ക് ആക്ടിവേറ്റ് ആകുന്നില്ല എങ്കിൽ, ഹീലിംഗ് നടക്കുന്നില്ല, അവിടെ ബ്ലോക്ക് ഉണ്ടായെങ്കിൽ ആ വ്യക്തിക്ക് ഏകാന്തത അനുഭവപ്പെടും. ലോൺലി ഫീലിംഗ്, മൈൽഡ് ഡിപ്രഷൻ പോലെ അനുഭവപ്പെടാം. അപ്പോൾ ആ വ്യക്തിയുടെ ഈ ഏകാന്തബോധം മാറ്റി നന്നായി സോഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ധ്യാനമാർഗം പരിശീലിച്ച് ഏകാന്തത അകറ്റി ആ ഏകാന്തമായിരിക്കുമ്പോൾ ധ്യാനത്തിൽ കൂടി കോസ്മിക് എനർജിയുമായി കണക്ട് ചെയ്ത് എൻജോയ് ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ വിശുദ്ധ ചക്രം തുറക്കുന്നതും വിശുദ്ധ ചക്രം ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നത്. തൊണ്ടയുമായി ബന്ധപ്പെട്ട്, തൈറോയിഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട് ആണ് വിശുദ്ധ ചക്രം ഇരിക്കുന്നത്. അടുത്തത് നമ്മുടെ നെറ്റിയിലെ ആജ്ഞചക്രമാണ്. ഭ്രൂമധ്യം, രണ്ട് പുരുകങ്ങളുടെ മധ്യേ നെറ്റിയിലാണ് ആജ്ഞചക്രത്തിന്റെ സ്ഥാനം. ആജ്ഞചക്രം മാസ്റ്റർ ചക്രമാണ്. മറ്റെല്ലാ ചക്രങ്ങളെയും ഊർജത്തിന്റെ സെന്ററുകളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ചക്രമാണ് ആജ്ഞചക്രം. ആജ്ഞചക്രം നമുക്ക് വിസ്ഡം ഐ എന്ന് പറയും. മൂലാധാരത്തിൽ കൂടി കുണ്ടലിനി എനർജി ഉണർന്ന് ആജ്ഞചക്രത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് സഗുണ ഈശ്വര ദർശനം ലഭിക്കും. ഈശ്വരനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെ വിഷൻ, ഈശ്വരന്റെ ദർശനം നിങ്ങൾക്ക് ലഭിക്കും. മൂലാധാരത്തിൽ നിന്നുള്ള കുണ്ടലിനി ആക്ടിവേറ്റായി വൈബ്രന്റായി ആജ്ഞചക്രം വരെ പാസ് ചെയ്യുമ്പോൾ നെറ്റിയില് കണ്ണുകൾ അടയ്ക്കുമ്പോൾ തന്നെ നല്ല പ്രകാശം അനുഭവപ്പെടും. ആജ്ഞചക്രത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുണ്ടലിനി വൈബ്രന്റായി ആക്റ്റീവ് ആണെങ്കിൽ പലതരത്തിലുള്ള പ്രകാശങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി കറക്റ്റായിട്ടല്ല കുണ്ടലിനി പാസ് ചെയ്യുന്നത്, നാഡ്യശുദ്ധി വേണ്ട രീതിയിൽ നടന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ശരീരമാസകലം കണ്ടമാനം ചൂടാകുന്നത് പോലെ അനുഭവപ്പെടും. കറക്റ്റായ പ്രോസസ് ആണെന്നെങ്കിൽ നിങ്ങൾക്ക് സുഷുമ്നാ നാഡി അവേക്കൺ ചെയ്ത് കുണ്ടലിനി ആക്റ്റീവ് ആകുമ്പോൾ തന്നെ ശരീരത്തിന് നല്ല ലാഘവത്വം ഫീൽ ചെയ്യും. അനുഭൂതിയുടെ മാർഗമാണ് കുണ്ടലിനി തന്ത്രമാർഗം. നിങ്ങൾക്ക് എൻജോയ് ചെയ്യുവാൻ സാധിക്കും. ശരീരത്ത് നല്ലൊരു എനർജി ഫ്ലോ, ഒരു മാഗ്നറ്റിക് പവർ ഫ്ലോ ചെയ്യുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ശരീരത്തിന് ലാഘവത്വം അനുഭവപ്പെടും. മറ്റു മാർഗങ്ങളിലേക്കാൾ ഉപരിയായി സൈക്കോ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നിങ്ങളുടെ ശരീരത്തുണ്ടാകും. അപ്പോൾ ഓരോരോ സിഗ്നൽ കിട്ടുമ്പോൾ നിങ്ങളുടെ ഗുരുവിന് മനസ്സിലാകും നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണുള്ളത്, നിങ്ങളുടെ കോൺഷ്യസ്നെസ് സ്റ്റേറ്റ് എവിടെയാണ്, നിങ്ങളുടെ അപബോധം എവിടെയാണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കുണ്ടലിനി യോഗയെ നിങ്ങൾക്ക് അനുഭൂതിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കുണ്ടലിനി അവേക്കൺ ചെയ്യുവാൻ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമായ മാർഗമാണ് വാമമാർഗ തന്ത്രം.